എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെ ആണെങ്കിലും 4 മണി ചായയുടെ ഒപ്പം ആണെങ്കിലും നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് ചിക്കൻ കത്തി റോളാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഈ ഒരു റോൾ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കുന്ന പോലെ നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റാക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല സോഫ്റ്റാക്കി വേണം നമ്മൾ ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല സോഫ്റ്റാക്കി നമ്മളിതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 15 മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മാക്സിമം ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഇതുപോലൊരു 450 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് ഇതുപോലെ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചതാണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 4-4.5 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. 10 മിനിറ്റ് തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ കണ്ടില്ല, ചിക്കനകത്തുനിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം ഫുള്ളായിട്ട് വറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. ഡ്രൈ ആക്കി നല്ല മൊരിഞ്ഞ് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല മൊരിഞ്ഞ് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 6 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചുറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ 6 റോളാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓരോ റോളിനും ഒരു മുട്ട വെച്ച് വേണം. അപ്പോൾ 6 മുട്ട നമുക്ക് ഇതുപോലെ പൊട്ടിച്ചുറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ സവാള ഇതുപോലെ കട്ട് ചെയ്തതും അധികം കട്ടിയില്ലാതെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3/4 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും 1/2 കപ്പ് അളവിൽ ഇതുപോലെ ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയോ നാരങ്ങ നീരോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഞെരടി എടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി എടുക്കുന്നത് ആ ഒരു വെജിറ്റബിൾസിൻ്റെ ഒരു കട്ടി അങ്ങ് മാറി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ കൈ വെച്ചൊന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് ഇവിടെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 6 ബോൾസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് റൗണ്ടാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കുക. അപ്പോൾ 6 ബോൾസാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. മാവ് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് ആവശ്യത്തിന് പൊടിയിട്ട് കൊടുത്തിട്ട് തന്നെ വരട്ടെ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ പൊടിയിട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കുക.
അപ്പോൾ ഇതാണ്ടല്ലോ ഇതുപോലെ റൗണ്ടാക്കി കനം കുറഞ്ഞ് ഞാനിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടിട്ടെടുത്തിട്ട് ഇത് റോൾ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പൊറോട്ടയുടെ ഒരു രീതിയിൽ ഉള്ളിൽ നല്ല ലെയറുകൾ വന്നിട്ട് റോൾ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ മാത്രം ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ പരത്തി മാത്രം ചുട്ടെടുത്തിട്ട് ആ ഒരു ചപ്പാത്തി പോലെ നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പരത്തി എടുത്തിരിക്കുന്ന ഒരു മാവിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ഓയിൽ എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് മൈദ നമുക്കിതിലേക്കൊന്ന് തൂക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ നമ്മളൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മൈദയും കൊണ്ടൊന്ന് തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു അറ്റം ഉള്ളിലേക്ക് ആക്കിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് പരത്തിയിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാം തന്നെ ഞാൻ പരത്തി ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് പൊടിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ടാക്കി നമ്മളൊന്ന് പരത്തിയിട്ടെടുക്കുക. ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല, എന്നാലും തീരെ അങ്ങ് നൈസായി പോവുകയും ചെയ്യരുത്. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് നമ്മളൊന്ന് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിന്ന് ചുട്ടിട്ടെടുക്കാം. ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിൽ കുറച്ച് ഓയിലും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡിലും കൂടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 തവണ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിഞ്ഞൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാനാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ നമ്മൾ നന്നായിട്ട് കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത മുട്ടയിൽ നിന്ന് കുറച്ച് മുട്ട എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചുറ്റിച്ചൊന്ന് എടുക്കാം കേട്ടോ. തീ നന്നായിട്ട് നമ്മൾ കുറച്ച് വെച്ച് കൊടുത്ത് പാൻ ഒരുപാട് ചൂടില്ലെങ്കിൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം അപ്പം തന്നെ ഒരു പൊറോട്ട അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതിലൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അതിലങ്ങ് ഒട്ടിയിരുന്നോളും. അപ്പോൾ മുട്ടയുടെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു 1-2 തവണ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാനാണ്. ഇതുപോലെ നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം അപ്പം തന്നെ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലെയിൻ മയോണൈസോ അല്ലെങ്കിൽ ഇതുപോലെ ടിക്ക മയോണൈസോ ഏത് വേണമെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഇവിടെ ടിക്ക മയോണൈസ് ആണ് കേട്ടോ ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു വെജിറ്റബിൾസ് ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മയോണൈസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റോൾ ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിൽ നമ്മളൊന്ന് പൊതിഞ്ഞിട്ടെടുത്താൽ മതി. ബാക്കി വരുന്ന ഒരു ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് ചിക്കൻ കാത്തി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള റോളുകളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ചൂട് അഥവാ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുകയോ അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി. നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ നമ്മൾ റോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.